അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഞങ്ങളെ മേൽ യഥാർത്ഥമായ മഹബത്ത് പിർസ എന്നുള്ളത് അത് ഉള്ളോണു ചെന്നെങ്കിൽ അത് അല്ലാഹു തആല മാത്രമേ. ഞങ്ങളെ ഉമ്മ ആയെങ്കിലും ഞങ്ങളെ ബാപ്പ ആയെങ്കിലും ഞങ്ങളെ പെഞ്ഞായി മക്ക ആണെങ്കിലും ഞങ്ങളെ കുടുംബ ആണെങ്കിലും ആരായെങ്കിലും ഞങ്ങളെ മഹബത്ത് ബെക്കടെ പിർസ ബെക്കടെ ഞങ്ങളെ മോനായ കാരണത്താൽ ഞങ്ങളെ മോലായ കാരണത്താൽ ഞങ്ങളെ പെഞ്ഞായി ആയ കാരണത്താൽ ഞങ്ങളെ മാപ്പിള ആയ കാരണത്താൽ ഞങ്ങളെ അബ്ബായ കാരണത്താൽ എന്നുള്ളത് മാത്രമേ. പക്ഷേ യഥാർത്ഥത്തിലുള്ള മഹബത്തുള്ളത് ഞങ്ങൾക്ക് വേണ്ടതും ഞങ്ങളെ യഥാർത്ഥത്തിൽ മഹബത്ത് പിർസ വെക്കുന്നതും അത് അല്ലാഹു തആല മാത്രമേ എത്തിക്കട. മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെല്ലറ് ഒരു മനുഷ്യ കടലിലെ സെര ആ സെരലുള്ള നൊര അത് കയ്യും കണക്കില്ലാതത്ര ഉണ്ട്. അത്ര ദോഷം ഒരാളാക്കിയെങ്കിലും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെല്ലറ് ഒരു മനുഷ്യ ഈ ദുനിയാവിലുള്ളതായ മരങ്ങൾ എത്രമാ ലക്ഷക്കണക്കിൽ കോടിക്കണക്കിൽ മില്യൺ കണക്കിൽ മരങ്ങളുണ്ട്. ആ മരങ്ങൾക്ക് ഇലകളുണ്ട്. ആ ഇലകളെ കണക്കനുസരിച്ചിട്ട് ഓരോ ഇലരെ കണക്കനുസരിച്ചിട്ട് ഒരു മനുഷ്യൻ ദോഷാക്കിയെങ്കിൽ ലെക്ക ഇല്ലാത്തത്ര ഒരാൾ ദോഷാക്കിയെങ്കിലും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെല്ലറ് ദുനിയാവിൽ എത്രമാ മണ്ണ് പൊയ്യെല്ലാം ഉണ്ട്. ആ പൊയ്യത്തിലുള്ള ഓരോ കണങ്ങൾ ഓരോ പൊടി ആ പൊടി എണ്ണകൂ സാധ്യമല്ല, ലെക്കാക്കുകൂ സാധ്യ അല്ല. ആ ലെക്കാക്കുകൂ സാധ്യ ഇല്ലാത്തത്ര ദോഷം ഒരു മനുഷ്യരുടെ ഭാഗത്തിൽ വന്നെങ്കിലും ഈ ദുനിയാവ് എത്രമാ സമാനത്ത് കഴിഞ്ഞു പോയിട്ട് ഇനി എത്രമാ സമാനം ബറകൊണ്ടു. അപ്പോൾ ഈ ദുനിയാവിലുള്ള എല്ലാ നാളുകൾ അത് കൗണ്ടാക്കുക സാധ്യമല്ല. ആ നാളരത്ര കൗണ്ടാക്കുക അസാധ്യമായ നാളരത്ര പോലും ഒരാൾ മനുഷ്യരുടെ ഭാഗത്തിൽ നിന്ന് ഒരു മിസ്റ്റേക്ക് ബണ്ടെന്ന് കണ്ടെങ്കിൽ ആ മനുഷ്യൻ ഈ ഒരു ദിക്ർ നിത്യമായിട്ട് ജാവു ഇറങ്ങുന്ന സമയത്ത് ചെൽറ എന്ന് കണ്ടാൽ ആ മനുഷ്യന്റെ സർവ്വദോഷങ്ങളും അല്ലാഹു തആല മാഫാക്കറ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിപാടി തണ്ട് ഉറങ്ങുന്ന സമയത്ത് അസ്തഗ്ഫിറുല്ലാഹൽ അളീം അല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം വഅതൂബു ഇലൈഹി എന്ന ഈ ദിക്ർ എത്ര തീർറ അത്ര ചെല്ലണം. അറ്റ്ലീസ്റ്റ് 3 കുറിയാണെങ്കിൽ എന്താക്കണോ ചൊല്ലുക പ്രയത്ന ആക്കണോ. അതിനർത്ഥ അസ്തഗ്ഫിറുല്ലാഹൽ അളീം ഉത്ലുബുൽ മഗ്ഫിറത മിനല്ലാഹ്. അല്ലാഹുവേ നിന്റെ ഭാഗത്തിൽ നിന്ന് പാപ പ്രായശ്ചിത്തം നാണ് കേട്ടോണ്ടുള്ളേ. അൽ അളീം ചൊന്നെങ്കിൽ അല്ലാഹ് ഒരു വിശേഷണ ഇരിക്കട്, അല്ലാഹ് ഒരു പേര്. ആ അളീമായ റബ്ബെ നിന്റെ ನಾನು പാപമോചനം ಬೇಡಿಯೋಂಟುಲ್ಲ. ಅಲ್ಲದಿ ಎಂತ ರಬ್ಬ ಇತಿಕಡವನು ಲಾ ಇಲಾಹ ಇಲ್ಲಾ ಹುವ ಅಕರ್ರ ಬಿಅನ್ನಹು ಲಾ ಮಅಬೂದ ಬಿಹಕ್ಕಿನ್ ಇಲ್ಲಾ ಅಲ್ಲಾಹ್ ವಹ್ದಹು. അല്ലാഹു തആല ഏകനൈതികട അല്ലാഹു അല്ലാണ്ട് ആരാധനക്ക് അർഹൻ ഒരാളുമില്ല ചെന്ന് ನಾನು ഉറപ്പിച്ചിട്ട് ചെല്ലറേ. എന്നിട്ട് അൽ ഹയ്യുൽ ഖയ്യൂം അൽ ഹയ്യ് ചെന്നെങ്കിൽ അല്ലാഹു ഒരു വിശേഷണ. അല്ലാഹു തആലക്ക് മൗത്തില്ല, അല്ലാഹു തആലക്ക് മരണമില്ല, എന്നേക്കും ജീവിക്കുന്നതായ റബ്ബ്. ആ അല്ലാഹു ഖയ്യൂം ചെന്നെങ്കിൽ അല്ലദീ യഖൂമു ബിനഫ്സിഹി സ്വന്തം സാമർത്ഥ്യ ഉള്ള റബ്ബ്. വയുദബ്ബിറു ഉമൂറൽ ഖൽഖ് സർവ്വ സൃഷ്ടികളെ സൃഷ്ടിച്ച റബ്ബ്, ആ സൃഷ്ടികളെയും പരിപാലിക്കുന്ന റബ്ബ്, ആ സൃഷ്ടികളെ നിയന്ത്രിക്കുന്ന റബ്ബ്. വഅതൂബു ഇലൈഹി ನಾನು ഉറപ്പിച്ച് ചെന്നോല്ല തൗബതി നന്റെ തൗബ നന്റെ പ്രായശ്ചിത്ത വറുജൂഇ നന്റെ മടക്കം ഇലല്ലാഹ് അതെല്ലാം അല്ലാഹു തആലയിൽ ഐതിക്കറ ചെന്നു. അങ്ങനത്തെ ഒരു നിയത്തോടു കൂടെ ഈ അർത്ഥ മനസ്സിലാക്കിയിട്ട് ഈ ദിക്ർ 3 പാട്ട് ഞങ്ങൾ ചെന്നെങ്കിൽ എത്ര വലിയ ദോഷമെങ്കിലും ഞങ്ങളെ പിരിച്ച വെക്കടെ ഞങ്ങളെ റബ്ബ് ഞങ്ങൾക്ക് മാഫാക്കി തണ്ട്. ഇൻഷാ അല്ലാഹ് ഇണ്ടിൽ പിന്നെ നാനും പതിവാക്കടെ നിങ്ങൾ എന്താക്കറു ഇൻഷാ അല്ലാഹ് ഇണ്ടിൽ പിന്നെ ആദത്താക്കറു. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ.